പാലായിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് റിമംബറൻസ് ഡേ ആചരിച്ചു. നവംബർ മാസം 3-ാമത്തെ ഞായറാഴ്ചയാണ് റോഡ് ആക്സിഡന്റ് വിക്ടിംസ് റിമംബറൻസ് ഡേ ആയി ആചരിക്കുന്നത്. പാലായിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മുണ്ടാങ്കലിൽ ദിനാചരണം നടന്നു. ഓഗസ്റ്റ് 5-നാണ് ഈ ഭാഗത്ത് കാറും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് അമ്മയും മകളും ഉൾപ്പെടെ 3 പേർ മരണത്തിന് കീഴടങ്ങിയത്. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പാലാ ഡിവൈഎസ്പി കെ സാദൻ നിർവഹിച്ചു. നല്ല രീതിയിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അന്നോ അടുത്ത ദിവസമോ വെള്ള പുതച്ച് ആംബുലൻസിലെത്തുന്ന ഒരു സാഹചര്യം. നമ്മളുടെ ജീവിതത്തിൻ്റെ താളം മുഴുവൻ ഒരു നിമിഷത്തെ ആരുടെയോ അശ്രദ്ധ കൊണ്ട് താളം മുഴുവൻ പോവുകയാണ്, താളം തെറ്റുകയാണ്. ഒരിക്കലും തിരിച്ച് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ താളം പോവുകയാണ്. തീർച്ചയായിട്ടും ഈ റിമംബറൻസ് ഡേ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മുന്നിൽ നിൽക്കുന്ന നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരെ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റം പറയുന്നതല്ല, സാറ് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള വെള്ള ലൈൻ എന്ന് പറഞ്ഞു. ഞാൻ എരുമേലിയിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതിന് പോയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു എൽബോർഡ് വെച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം പോകുന്നു. വാഹനം ഓടിക്കുന്നത് ഇൻസ്ട്രക്ടറാണ്, ആശാനാണ്. അതിലും ഫ്രണ്ടിൽ ഒരാൾ, പുറകിൽ 3 പേര്, 4 ട്രെയിനിങ് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അയാൾ പോയത് മുന്നേ പോയ വാഹനങ്ങളെ എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ കണ്ടിന്യൂസ് വെള്ള ലൈൻ ഓവർടേക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഞാൻ ആ വണ്ടി നിർത്തിച്ചിട്ട് അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയാണ്, അവർ കണ്ടുവരുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗാണ്. തീർച്ചയായിട്ടും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഇതിനകത്ത് ഒരു റോളുണ്ട്. കാരണം ഈ പറഞ്ഞു കൊടുക്കുന്നത് സിഗ്നൽസ് മാത്രമല്ല, റോഡിലുള്ള എത്തിക്സിനെ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പാലാ ജോയിന്റ് RTO സന്തോഷ് KG അധ്യക്ഷനായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി KG മുഖ്യപ്രഭാഷണം നടത്തി. AMV നസീറം, ബിജു വാതല്ലൂർ, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, ഡ്രൈവിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടാങ്കലിൽ നടന്ന അപകടത്തിൽ മരണമടഞ്ഞ ജോമോൾ സുനിൽ, അന്നമോൾ, ധന്യ സന്തോഷ് എന്നിവരുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്.